എറണാകുളം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവങ്ങളുടെ ഭാഗമായി നടൻ ജയറാമിന്റെ മേളപ്രമാണിത്വത്തിൽ പവിഴമല്ലിത്തറ മേളം അല്പസമയത്തിനകം തുടങ്ങും. 100-ലധികം മേള കലാകാരന്മാർ അണിനിരക്കും. ജയറാമിന്റെ കാർമ്മികത്വത്തിൽ 12ാം തവണയാണ് പവിഴമല്ലിത്തറ മേളം അരങ്ങേറുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ആ മേളം ആരംഭിക്കുകയാണല്ലേ? മോദി, തീർച്ചയായിട്ടും അതുതന്നെയാണ്. അതായത് ചോറ്റാനിക്കരയിൽ ഇപ്പോൾ ഈ പവിഴമല്ലിത്തറ മേളം അതൊരു ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ആ ഒരു മേള പ്രമാണിത്വം നടത്തുന്നത് നടൻ ജയറാമാണ്. താൻ 12ാം തവണയാണ് ജയറാം ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പവിഴമല്ലിത്തറ മേളത്തിന് ആയി എത്തുന്നത്. അല്പം മുമ്പ് ഇവിടെ എത്തി ക്ഷേത്ര ദർശനം നടത്തി. അതിനുശേഷം ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ചോറ്റാനിക്കര ദേവി പുറത്തേക്ക് എഴുന്നള്ളി ശിവേലിയായിട്ട് ഈ പവിഴമല്ലിത്തറ മേളത്തിന് തുടക്കം കുറിക്കും. ജയറാം ഇവിടെ തന്നെയാണ് ഈ മേള പഠിക്കുന്നതും ഇവിടെ തന്നെയാണ് പിന്നീട് മേള പ്രമാണിയായിട്ടൊക്കെ മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വഴിപാടായിട്ടാണ് അദ്ദേഹം നടത്തുന്നത്. ഏകദേശം 12 കൊല്ലമായിട്ട് അദ്ദേഹം ഇവിടെ ഈ വഴിപാട് നടത്തുന്നു. 2010 മുതൽ തുടങ്ങിയതാണ് ഈ പവിഴമല്ലിത്തറ മേളത്തിൻ്റെ മേളക്കാർമ്മികത്വത്തിലേക്ക് ജയറാം എത്തി തുടങ്ങിയത്. നവരാത്രി ഉത്സവങ്ങളുടെ ഭാഗമായിട്ടാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഈ പവിഴമല്ലിത്തറ മേളവും നടക്കുന്നത്. ഇന്ന് ദുർഗാഷ്ടമിയാണ്. ഈ ദുർഗാഷ്ടമി ദിവസത്തിൽ വലിയ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്ക് കാര്യമായ രീതിയിൽ തന്നെ ഉണ്ട്. തൊഴുത് മടങ്ങുന്നു. പ്രത്യേകിച്ച് നാളെ മഹാനവമി, അതിനുശേഷം വിജയദശമി. 10,000-കണക്കിന് കുരുന്നുകൾ ഈ ക്ഷേത്രത്തിലെത്തി ആദ്യാക്ഷരം കുറിക്കുവാൻ എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിനുണ്ട് എന്നതാണ്. വിജയദശമി ദിനത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിരവധിയായ ഭക്തർ ഇപ്പോൾ ഈ മേളം കാണുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ മേളം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം കഴിയുമ്പോൾ ഇവിടെ മേളം തുടങ്ങും. തൊട്ടപ്പുറത്ത് നമുക്ക് മേളക്കലാകാരന്മാരൊക്കെ എത്തി നിൽക്കുന്നത് കാണാം. ജയറാം ക്ഷേത്ര ദർശനത്തിനായി പോയേക്കുകയാണ്. അതിനുശേഷം അല്പസമയം കൂടി കഴിയുമ്പോൾ ശിവേലിയായിട്ട് ചോറ്റാനിക്കര അമ്മ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളും. കൊടിമരച്ചുവട്ടിൽ തുടങ്ങി ഈ പവിഴമല്ലിത്തറ തറയിൽ വന്ന മേളം വലിയ രീതിയിൽ കൊട്ടിക്കയറി പിന്നീട് ഇവിടെ തന്നെ ഈ മേളം ഏകദേശം 2.5 മണിക്കൂർ നേരം ഈ മേളം ഉണ്ട് എന്നതാണ് പ്രത്യേകത. 111ഓളം മേളവാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന മേളം അല്പസമയം കൂടി കഴിയുമ്പോൾ ആരംഭിക്കും. വലിയ സന്തോഷത്തിലും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലുമാണ് അവിടെ ജനങ്ങളെന്ന് മനസ്സിലാക്കുന്നു. നീണ്ട ക്യൂ തന്നെയുണ്ട്.